എന്നെ ഒന്ന് താഴെ ഇറക്കടാ. ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആര്? ഈ കൊട്ടാരത്തിലെ പിഞ്ചോമന്. നാണല്ലോ സോളമന് ഈ കുട്ടികളുടെ അടുത്ത് കടി വാങ്ങാൻ. എന്നെ എന്തിനെല്ലാരും പൊക്കി പൊക്കി എറിയണേ? അത് അറിഞ്ഞിട്ട് എന്റെ കാര്യം. നിങ്ങളുടെ പ്രാന്തൊക്കെ മാറിയോടെ ചെക്കന്മാരെ. ആഞ്ജനേയ സ്വാമി. തമാശകൾ പ്രായത്തിനനുസരിച്ചാവണം മോളെ. അഹമ്മതി കാണിച്ചിട്ട് ചിരിക്കുക. കുട്ടികളായാൽ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല, അവിടെ നിക്കടാ, ഞാനും വരച്ചടാ. ആളുകൾ കളിയാക്കി ചിരിക്കുക. എന്തായാലും മോളുടെ ഈ വീഡിയോ എനിക്കത്ര സുഖിച്ചില്ല. അത് പറയാൻ താനാരാ? സാർ, ഇവരൊക്കെ എന്റെ ആൾക്കാരാ. നീ ഏതാടാ നായേ? മിത്രങ്ങളെ കുരുപൊട്ടി. ഇതൊരുമാതിരി പിള്ളേര് പള്ളിക്കൂടത്തിൽ കിടന്ന് കുത്തി മാന്തി എന്ന് പറയുന്നത് പോലെ. സംഭവം ഒരു ക്രിയേറ്റിവിറ്റിയാണ് മോൾ ഉദ്ദേശിച്ചതെങ്കിൽ കുഴപ്പമില്ല. അതിൽ അച്ഛന്റെയോ അമ്മയുടെയോ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവിടെയാണ് കുഴപ്പം. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോയുടെ സൃഷ്ടി മോളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ബുദ്ധിയിൽ നിന്നായിരിക്കും. രാജ്യദ്രോഹികളല്ലേ? നമ്മളല്ലേ ഉള്ളൂ നമ്മുടെ ഭാരത് മാതാവിനെ കാക്കാൻ. ഇങ്ങനെ പരിഹസിക്കുമ്പോൾ മോൾക്ക് ഇവിടുത്തെ കമ്മി കൊങ്ങി ജിഹാദികളുടെ ഫോളോവേഴ്സ് കിട്ടും, വ്യൂസ് കിട്ടും, നല്ല കമന്റ്സ് കിട്ടും. ഞാന് 1813 നമ്പർ ശാഖായോഗം പ്രസിഡന്റാ, മനസ്സിലായോ? ഇതേ തമാശ നാട്ടിലെ ഇടത് വലത് ജിഹാദികൾക്കെതിരെ ചെയ്താൽ അന്ന് മോള് തിരിച്ചറിയും യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന്. മനുങ്ങൾ എന്താ വേണ്ടേ? നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? രാഷ്ട്രീയ മര്യാദയ്ക്കപ്പുറമുള്ള ഈ തമാശയ്ക്ക് കൈയടിക്കാൻ എന്തായാലും സാധിക്കില്ല. മീൻ മുറിക്കുന്നിടത്ത് പൂച്ച വന്നിരിക്കുന്ന കൊറോണ വന്ന് നിൽക്കുന്നു. തമാശകൾ പ്രായത്തിനനുസരിച്ചാവണം മോളെ. അധികമായാൽ അമൃതും വിഷം. കേവലം ഒരു ചെറിയൊരു ഒരു വീഡിയോ ഇട്ടിട്ട് അത് കാണാൻ വരെയുള്ള ആ സഹിഷ്ണുത ഇല്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ വലിയ തേങ്ങ വാങ്ങലും കൊണ്ടുവരണ്ടേ? ഉളുപ്പുണ്ടാ നായ്ക്കളങ്ങൾക്ക്? അതുകൊണ്ട് എന്റെ പൊന്ന അന്നി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇനി വന്നേ. ഐ ആം പ്രൗഡ് ഓഫ് യു.